ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ തംബ്നെയിൽ പറയുന്നത് പോലെ തന്നെ വാല്യുവേഷൻ, റിസൾട്ട്, CGPA, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വാല്യുവേഷനെ കുറിച്ചിട്ടാണ്. 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ഡേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസം 28-ാം തീയതി മുതലാണ്. ഒരാഴ്ചയാണ് ഹാർഡ്ലി ഉണ്ടാവാറുള്ളത്. ഇതിനിടയിൽ മെയ് മാസം 1-ാം തീയതി മെയ് ദിനാണ്, അന്ന് അവധിയാണ്. എന്തു തന്നെയാണെങ്കിലും ആ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വാല്യുവേഷൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. SDDയും അതിനനുസരിച്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വാല്യുവേഷൻ കഴിഞ്ഞ് അടുത്ത ആഴ്ച, അതായത് മെയ് മാസം 5-ാം തീയതി തുടങ്ങുന്ന ആഴ്ചയിൽ റിസൾട്ട് വരും. മോസ്റ്റ് പ്രോബബ്ലി തൃശ്ശൂർ പൂരത്തിന് അന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. റിസൾട്ട് വന്നതിന് ശേഷം CGPA അഥവാ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് എങ്ങനെ കണക്കാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. റിസൾട്ട് വന്ന് ഒരു മാസത്തിനുള്ളിൽ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കാറുണ്ട്. ഓരോ പ്രോഗ്രാമിൻ്റെയും അതിനനുസരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ, റിസൾട്ട് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്കത് ഒത്തുനോക്കാം. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് സൈറ്റിൽ വരുന്നതും അത് പ്രിൻ്റഡ് കോപ്പിയായി കോളേജിൽ വരുന്നതും ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ്. എന്നാണോ നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കിട്ടുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ തന്നെ നമുക്ക് എമർജൻസി ആയിട്ടും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഓർഡിനറി ആയിട്ടും അപ്ലൈ ചെയ്യാം. ജോലിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനോ നമുക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ആവശ്യം വരും. പലരും അങ്ങനെ ആവശ്യം വരുമ്പോൾ എമർജൻസി എന്ന രീതിയിലാണ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാറുള്ളത്. 3 മുതൽ 4 മാസത്തിനുള്ളിലൊക്കെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വരാറുണ്ട്. അല്ലാത്ത നോർമൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ 6 മാസം മുതൽ 8 മാസത്തിനുള്ളിൽ വരാറുണ്ട്. ചോദിക്കുമ്പോൾ അവർ പറയും, ഇപ്പോൾ ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റുഡൻറ്റ് സപ്പോർട്ടിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് 1 ഇയർ 2 ഇയർ എന്നൊക്കെ പറയും. പക്ഷെ അത്ര സമയമൊന്നും എടുക്കാറില്ല. ഞാൻ പറയുന്നത്, എന്നാണോ നിങ്ങൾക്ക് പ്രിൻ്റഡ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കോളേജിൽ നിന്ന് കിട്ടുന്നത്, അതിന് പിറ്റേ ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും. 6 to 8 മന്തിനുള്ളിലൊക്കെ ഓർഡിനറി സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് എന്നാണോ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കിട്ടുന്ന കോളേജിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിന് ഓർഡിനറി എന്ന് പറയുമ്പോൾ പൈസ കുറവായിരിക്കും, എമർജൻസിക്ക് പൈസ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ദെൻ നമ്മൾ സമയത്തിനുള്ളിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു പെനാൽറ്റി യൂണിവേഴ്സിറ്റി പിന്നീട് ഈടാക്കുന്നതാണ്. പലരും ജയിച്ചു കഴിഞ്ഞാൽ പല തിരക്കുകൾ കാരണം നമ്മളിൽ പലരും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാറില്ല. എങ്ങനെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഓരോ കൊല്ലം കഴിയുന്തോറും കൂട്ടിയിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ അത് നമ്മുടെ ഒരു കുട്ടിയെ പോലെ നമ്മൾ കണക്കാക്കണം. അതിനെ ലാലിച്ച് പരിപാലിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുകയുള്ളൂ. പലരും പല കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സമയം പോവും, പൈസ കൂടുതലായിട്ട് പോവും. ദെൻ അതുവഴി നമുക്കുണ്ടാവുന്ന ജോലിയുടെ ഓഫർ ആവാം, അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരമാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ടും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറ്റാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.